അല്ലാതെ ഹൈക്കോടതിയുടെ വിധി നേരത്തെ ഉള്ള കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വ്യക്തിപരമായ ഡാറ്റ ചോർത്താൻ പാടില്ല. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുത്ത് അന്വേഷിക്കണം. ഡാറ്റ ചോർത്തൽ വലിയ കുറ്റകൃത്യമാണ്. എന്റെ വ്യക്തിപരമായ ഡാറ്റ ചോർത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം പല രീതിയിൽ. ഇപ്പൊ സൈബർ ഫ്രോഡുകൾ കൂടി നടക്കുന്ന കാലമാണ്. മാത്രമല്ല ഡാറ്റ വിൽപ്പനയ്ക്ക് വയ്ക്കും. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ ഡേറ്റ വാങ്ങിക്കുന്നത്. ആ ഡേറ്റ ചോരാൻ പാടില്ല. ഡേറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അത് അറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. ഗൌരവതരമായ കാര്യമാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധിയുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ, ഗൌരവതരമായ വിധി നേരത്തെ. അതാണിപ്പോ കോടതി ചൂണ്ടിക്കാണിച്ചത്. ഗുരുതരമായ തെറ്റാണ്. ഒരു മെസ്സേജ് പോലും അയക്കാൻ പാടില്ല. ആ ഡേറ്റ പുറത്തുവിടാൻ പാടില്ല. ഡേറ്റയ്ക്കൊരു സുരക്ഷിതത്വമുണ്ട്, ഡേറ്റ സെക്യൂരിറ്റി ഉണ്ട്. ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇവരെല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തുകയാണ്. എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും. ഈ ഇലക്ഷന്റെ അവസാന സമയത്ത് ഖജനാവിൽ 5 പൈസയില്ലാത്ത സമയത്ത് കോടികൾ ചെലവഴിച്ച് ഇവര് പ്രചരണം നടത്തുകയാണ്. കോടികൾ. എല്ലാ പത്രങ്ങളിലും കോടികളുടെ പരസ്യം, എല്ലാ സ്ഥലത്തും പരസ്യം. കേരളം മുഴുവൻ ഹോർഡിങ്ങൾ എടുത്തിട്ട് കോടികളുടെ പരസ്യം. ഒരു പൈസയില്ലാത്ത സംസ്ഥാനത്ത്, എല്ലാത്തിനും ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്ത് ഈ പണം മുഴുവൻ ബാക്കി കടം മേടിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ഇപ്പൊ ചുമട്ടുതൊഴിലാളി ഫണ്ടിൽ നിന്ന്, ക്ഷേമനിധിയിൽ നിന്ന് 250 കോടി രൂപ എടുക്കാൻ പോവാണ്. 100 കോടി കഴിഞ്ഞ വർഷം കൊടുത്തിട്ട് തിരിച്ചു വെച്ചിട്ടില്ല. ഈ വർഷം 250 കോടി എടുക്കാൻ പോവാണ്. എവിടെ നിന്നെല്ലാം കടമെടുക്കാൻ പറ്റും അവിടെ നിന്നെല്ലാം കടമെടുക്കുകയാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് 10,000 കോടി എടുക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമാണ്. സർക്കാരിന്റെ പണം, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവർ ചെയ്യുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. അല്ല, അത് ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ അവിടെ ഹാജരായി ഞങ്ങൾ ആ സ്റ്റേ പിൻവലിപ്പിക്കും. കാരണം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത് എന്ത് രേഖയാ? CPMന്റെ സർക്കുലറാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് നവകേരള സർവേ നടത്തുമ്പോൾ CPM സർക്കുലർ DYFIക്കാർക്കും പാർട്ടിക്കാരും വോളണ്ടിയർമാരാകണം. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുന്ന ആരാ? പൈസ കൊടുക്കുന്നത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പുറത്തു വന്നില്ലേ? തുടർ ഭരണം ഉറപ്പാക്കണമെങ്കിൽ CPMന്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് ചെലവാക്കിക്കോ. നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ച് തുടർ ഭരണം ഉറപ്പാക്കാൻ വരണ്ട. സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മണ്ഡലങ്ങളിലും ആളുകളിലേക്ക് കോളുകൾ പോവുകയാണ്. ഏറ്റവും കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിപ്പിക്കുന്നത് ആരാണ് അനുയോജ്യം എന്ന തരത്തിൽ. അപ്പൊ ഈ ഡേറ്റ എങ്ങനെയാണ് ഈ സ്വകാര്യ ഏജൻസിക്ക് ലഭിച്ചത് എന്ന കാര്യത്തിൽ അങ്ങേക്ക് കോൺഗ്രസിന്റെ ഒരു ഡേറ്റ ഓരോ മണ്ഡലങ്ങളിലും ഞങ്ങൾ ഇല്ലെന്ന് നിങ്ങൾ തെറ്റായ വിവരമാണ്. ഇത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി കൈരളിയുടെ ചോദ്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ ചോർത്തി. എടോ, ഞങ്ങൾ ഡേറ്റ ചോർന്നെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോളാൻ പറയാം. എന്നിട്ട് വെറുതെ ഒരു അബദ്ധം ചോദിച്ചുകൊണ്ട് വരണ്ട. അബദ്ധമെന്നാ പറയുന്നു.